എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. CGL 2024 ചോദിച്ച ഓരോ ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ്, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴത്തേക്കും 25 ക്വസ്റ്റ്യൻസ് എടുക്കാറില്ല. കാരണം നമുക്ക് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അതിനകത്തൊരു റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 3-4 ഷിഫ്റ്റുകൾ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റുകളിൽ തന്നെ നമ്മൾ ചോദിച്ച സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസും സെയിം ലോജിക് ക്വസ്റ്റ്യൻസും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വെറുതെ നോക്കിയിട്ട് സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുമ്പോൾ കിട്ടും, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും. അപ്പോൾ അതല്ലാണ്ട് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ലോജിക്കുകളോ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാലും അതിനൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് സെപ്റ്റംബർ 11 ചോദിച്ച ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡേ 3 ആണ് സെപ്റ്റംബർ 11 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേയിൽ നമുക്ക് ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ കാണുക, ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ചെക്ക് ചെയ്യുക. അപ്പം കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ എപ്പോഴും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് ടൈം പോസ് ചെയ്ത് വെച്ച് കാണുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുക, ജസ്റ്റ് പോസ് ചെയ്യുക, ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു എന്താ പറയുക ഒരു 30 സെക്കൻഡിനകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ എളുപ്പമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയെടുക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുക, എന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊടുക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പം ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ് 30 to 35 സെക്കൻഡ്സിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. അല്ലാതെ ഒരുപാട് സമയം എടുത്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ മാക്സിമം സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുന്നത് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത്. അതിന് എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക, ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എനിവേ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അത്രയും ടൈം തരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള സമയം തരുന്നത്. നിങ്ങളായിട്ട് തന്നെ പോസ് ചെയ്ത് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ടും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ഷിഫ്റ്റിൽ കണ്ടായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ. കഴിഞ്ഞ ഷിഫ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അവിടെ നമുക്ക് ചില നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് അവർ തന്നെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നു, എൻ്റെ ആ ബേസിക് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്ലസും മൈനസും മാറ്റുക, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇന്റർചേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് പെട്ടെന്ന് എഴുതാം. 14014 മൾട്ടിപ്ലിക്കേഷൻ മാറ്റി ഡിവിഷൻ ആക്കുക, 14 മൈനസ് മാറ്റി പ്ലസ് ആക്കുക, 10 ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, -14 ആക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ മാറുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ബോഡ്മാസ് റൂളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഡിവിഷൻ ചെയ്യുന്നത് 14014 ഡിവൈഡ് ബൈ 14 ആണ് വരുന്നത്. അപ്പോൾ 1 ടൈം 0 0 1 പ്ലസ് 10 × 8 80 -14. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ പ്ലസ് അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രമല്ല, ഇത് പെട്ടെന്ന് ചെയ്യാം. 1081 -14 വരും. അപ്പോൾ 1071 വരും. 71 -4 വരുമ്പോൾ നമുക്ക് എന്താ പറയുക, 70 16 1068 എന്ന ആൻസർ വരും. ഓക്കെ, 14 അല്ലേ മനസ്സിലാണ്, 1067 എന്ന് വരും അല്ലേ, 1067. ഓക്കെ, ആൻസർ എന്താ വരിക, ഓപ്ഷൻ 3 ആയിരിക്കും വരിക. കണ്ടോ, 1067 എന്നാണ് വരുന്നത് ആൻസർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബേസിക് കാൽക്കുലേഷനേ ഉള്ളൂ, അതൊന്ന് സ്പീഡപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ പെടുന്ന ടോപ്പിക്കാണ് അല്ലേ. ഓക്കെ, അവിടെ നോക്കിയത് പൊസിഷൻസ് ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ഓൾ ദി ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് എന്താണ് മിഡോ അല്ലേ ആർ അറേഞ്ച്ഡ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിനെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്, ചേഞ്ച് ആകാൻ നിൽക്കുന്നു. ചേഞ്ച് ചെയ്യുന്നതും ചോദിക്കാറുണ്ട്, ചേഞ്ച് ആകാത്തതും ചോദിക്കുന്നുണ്ട്. ഇവിടെ ചേഞ്ച് ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ വേർഡ് ഒന്ന് എടുത്ത് എഴുതുവാണ് ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനകത്തുള്ള ലെറ്റേഴ്സിന് എന്ത് ചെയ്യും, നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരാം, ഫസ്റ്റ് എ വരും, അത് കഴിഞ്ഞിട്ട്
ഡി വരും, അത് കഴിഞ്ഞിട്ട് ഇ വരും, അത് കഴിഞ്ഞിട്ട് ആരാ വരാ എം ഒ ഡബ്ല്യു, ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. ആ ഒരു ഓർഡറിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് എഴുതാം. ഓക്കെ, എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം റൈറ്റിൽ ലെഫ്റ്റിലേക്ക് എഴുതണം എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ റൈറ്റിൽ ലെഫ്റ്റിലേക്ക് എഴുതണം, അല്ലെങ്കിൽ ലെഫ്റ്റിൽ റൈറ്റിലേക്ക് നമ്മൾ എപ്പോഴും എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുന്നത് എത്ര ലെറ്റേഴ്സ് ചേഞ്ച് ആവുന്ന ഇപ്പോൾ ഉണ്ട്. ലെറ്റേഴ്സ് എത്ര എണ്ണം? അതാ 2 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. ബാക്കി എല്ലാ ലെറ്റേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ബേസിക് ക്വസ്റ്റൻ ആണ്. ഓക്കെ, എല്ലാ ഷിഫ്റ്റിലും നമ്മൾ കാണുന്നില്ല കേട്ടോ. ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്നില്ല, ചില ഷിഫ്റ്റുകളിൽ ചോദിക്കുന്നു, ചില ഷിഫ്റ്റുകളിൽ ചോദിക്കുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം ആ ടോപ്പിക്ക്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത് ആ ടോപ്പിക്ക്. ഓക്കെ, നമ്മൾ സാധാരണ കാണുന്ന അനലോഗി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. In the following number pairs, the second number is obtained by applying certain mathematical operations to the first number. Okay, അപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിൽ റിലേഷൻ ഉണ്ട്. 2 നമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതേ റിലേഷനിൽ വരുന്ന താഴെ ഓപ്ഷനിൽ ഏതാണെന്നാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ലോജിക് ആണ്. ഞാൻ സിമ്പിൾ ലോജിക്ക് പറഞ്ഞു പോകുന്ന ഇങ്ങനത്തെ ലോജിക്കുകളൊക്കെ നിങ്ങൾ എല്ലാം കണ്ട് പോകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ലോജിക്കായിട്ട് പോലും ആ ഒരു ക്വസ്റ്റൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ. ഇതിപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് എന്തിൻ്റെ ആവശ്യമില്ല, വലിയ സംഭവമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് ആൻസർ പറയാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക 280 140 അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ നമ്മുടെ റിലേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 280 ഡിവൈഡ് ബൈ 2, 280യുടെ പകുതിയാണ് 140 എന്ന് പറയുന്നത്. അതുപോലെ 186ഉം 93ഉം 186ന്റെ പകുതിയാണെന്ന് പറയുന്നത് 93 എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് നമ്പറിന്റെ പകുതി ഡിവൈഡ് ബൈ 2 ആണ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. അതാണ് സിമ്പിൾ ലോജിക്കാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നതിൽ ഏതായിരിക്കും ആ ഒരു ലോജിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോജിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ. 118 ഡിവൈഡ് ബൈ 15 അല്ലെങ്കിൽ 15ന്റെ ഡബിൾ ആണെന്ന് പറയുന്നത് 118 എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വലിയ പാടൊന്നുമില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിക്കും അല്ലേ. നോൺ വെർബൽ എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കുമെങ്കിലും അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക് സീരീസ് ആണ്. മെയിനായിട്ട് ചോദിക്കുന്ന സീരീസ് ആണ്. പിന്നെ നമ്മൾ കൂടുതലും കാണുന്ന എംബഡഡ് ഫിഗർ എന്നൊരു ടോപ്പിക് നമ്മൾ കാണാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പേപ്പർ കട്ടിംഗ്. എല്ലാ ഷിഫ്റ്റിലും നിങ്ങൾ കാണത്തില്ല. നമ്മളിപ്പോൾ കൂടുതലും ഷിഫ്റ്റ് കാണുന്നത് സീരീസിൻ്റെ ക്വസ്റ്റൻ ആണ് അല്ലേ. പക്ഷേ ഈ ഷിഫ്റ്റിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പേപ്പർ കട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊരു ക്വസ്റ്റൻ അല്ല, 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പേപ്പർ കട്ടിങ്ങിൻ്റെ. ഓക്കെ, അതുപോലെ സീരീസിൻ്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. നമ്മൾ സെയിം കണ്ട പാറ്റേൺസിൻ്റെ ക്വസ്റ്റൻസ് തന്നെയാണ് സീരീസിനെ ഉണ്ടായിരുന്നത്. പക്ഷേ സിംഗിൾ ക്വസ്റ്റൻ ആയിരുന്നു അവിടെ. കാരണം പേപ്പർ കട്ടിങ്ങിൻ്റെ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സീരീസിൻ്റെ ക്വസ്റ്റൻ എന്ത് ചെയ്ത് അവർ അവോയ്ഡ് ചെയ്തു. അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേപ്പർ കട്ടിങ് നമ്മൾ വളരെ സിമ്പിളാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ പേപ്പറിനെ പല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഹോൾസ് പഞ്ച് ചെയ്യുന്ന കൺസെപ്റ്റാണ് നമുക്ക് പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ച് അൺഫോൾഡ് ചെയ്ത് പഴയ ഫോമാറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഞാൻ പറയുന്നതാണ്, നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ ആൻസർ പറയാൻ പറ്റും അല്ലേ. ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ആൻസർ പറയാമെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അതൊരു മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഓരോ ഫോൾഡായിട്ട് നമ്മൾ അൺഫോൾഡ് ചെയ്യുന്ന സമയത്തും അവിടെ അതിൻ്റെ മിറർ ഇമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഫോൾഡായിട്ട് അൺഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അൺഫോൾഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും. കാരണം നമ്മളിത് ആദ്യം ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു, പിന്നെ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ടാണ് അല്ലേ. ഇവിടെ എന്തുണ്ടോ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരിക അല്ലേ. അപ്പോൾ ഞാൻ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. ഇനി ഫൈനലി അൺഫോൾഡ് ചെയ്യുന്ന ഇത്രയും പോർഷൻ ഇങ്ങനെ മൊത്തത്തിൽ അൺഫോൾഡ് ചെയ്യാം. അപ്പം ഇവിടെ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് ശ്രദ്ധിച്ചോണേ. ഹൊറിസോണ്ടൽ മിറർ, അപ്പോൾ അത് വാട്ടർ ഇമേജ് കൺസെപ്റ്റ് ആണ്. എങ്കിലും ഓക്കെ, ഇങ്ങനെ വരുന്ന ആ ഒരു ഫിഗർ ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. നമ്മളിത് വരയ്ക്കൊന്നും വേണ്ട, നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആൻസർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ. ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓരോ ഫോൾഡായിട്ട് അൺഫോൾഡ് ചെയ്യുന്ന രീതി ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അടുത്തത് മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ ഈ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ ഷിഫ്റ്റിലും 2 ക്വസ്റ്റ്യൻ വെച്ചാണ് മിറർ ഇമേജ് ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് അല്ലേ. ആദ്യം ഓർഡർ ചെക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കുക മിറർ എവിടെ പ്ലേസ് ചെയ്യുന്നത്? മിറർ പ്ലേസ് അറ്റ് ദ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡ്. അപ്പോൾ ഇവിടെയാണ് മിറർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും മിറർ ഇമേജ് ആണ്, വാട്ടർ ഇമേജ് അല്ല. വാട്ടർ ഇമേജ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ മിറർ ആയിരുന്നു. അപ്പോൾ താഴെ മിറർ പ്ലേസ് ചെയ്യാന്ന് പറയുമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഓർഡർ ചേഞ്ച് ആവും. ഫസ്റ്റ് വരുന്ന ആരായിരിക്കും? N ആയിരിക്കും. നമ്മുടെ മിറർ ഇമേജിൽ ഫസ്റ്റ് N ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷനിൽ 4ഉം N തന്നെയാണ്. ഇനി N വന്നാൽ മാത്രം പോരെ, N എല്ലാം ഒരുപോലെ ഇരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്, ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്, രണ്ട് രീതിയിലായിരിക്കുന്നത്. അപ്പോൾ Nന്റെ മിറർ ഇമേജ് വേണം വരാണ്ട്. അപ്പോൾ മിറർ ഇമേജ് നിങ്ങൾ ആലോചിച്ചാൽ ലെഫ്റ്റ് റൈറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം എന്ത് ചെയ്യും?
റൈറ്റ് സൈഡിലേക്ക് പോകും. അത് നോക്കിയാൽ മതി. അത് രണ്ട് ഇത് രണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് രണ്ടും എന്നെ അതുപോലെ എഴുതിക്കാം. നമുക്ക് ആ രണ്ട് ഓപ്ഷൻ ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ നോക്കുക അടുത്ത O ആണ്. O ഒരുപോലെയാണ്. V വന്നപ്പോൾ ഒരുപോലെയാണ്. Z വന്നപ്പോൾ ഡിഫറൻ്റ് ആണ്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള മിറർ ഇമേജ് നോക്കിയാൽ മതി. Z മിറർ ഇമേജ് നോക്കുക. അല്ലെങ്കിൽ Y നോക്കിയാലും മതി. Y ഡിഫറൻ്റ് ആണ്. അതിൽ ഏതാണെന്ന് നോക്കിയാലും മതി. എന്തായാലും ഇത് വരില്ല. കാരണം Z അതുപോലെ എഴുതിക്കുക, Y അതുപോലെ എഴുതിക്കുകയാണ്. മിറർ ഇമേജ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? ദ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും വരിക അല്ലേ? നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് വൺ ആയിരിക്കും. ഓക്കെ, മിറർ ഇമേജ് നമ്മൾ എപ്പോഴും കാണുന്ന ക്വസ്റ്റൻ ആണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല, എല്ലാവർക്കും ചെയ്യാനുള്ള മെത്തേഡൊക്കെ അറിയാം അല്ല. അടുത്ത വീണ്ടും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? വിച്ച് ടു നമ്പേഴ്സ് നോട്ട് ഡിജിറ്റ്സ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ്, സൈനല്ല നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പറയുന്നത് ടു നമ്പേഴ്സ്. ഓക്കെ, നോട്ട് ഡിജിറ്റ്സ് എന്ന് പ്രത്യേകം പറഞ്ഞു. ഡിജിറ്റ്സിനെ എടുത്ത് മാറ്റരുത്. നമ്പേഴ്സ് ഏതൊക്കെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നോർമലി നമ്മൾ നോക്കുന്നത് ഡിവിഷൻ സൈൻ വെച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ്. ഇപ്പോൾ 48 ആണ്. 48 ഡിവൈഡ് ബൈ 3 എന്നാണ് വന്നിരിക്കുന്നത്. 48 ഡിവൈഡ് ബൈ 3 എന്താ പറയുക, ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഇല്ല. അപ്പോൾ ഡിവിഷൻ വെച്ച് നമുക്ക് എന്താണ് ഇവിടെ എലിമിനേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 3ഉം 4ഉം വരണം പറയുന്നത്. അപ്പോൾ 3ഉം 4ഉം ആയ സമയത്ത് ഇവിടെ 4 വന്നാലും നമുക്ക് എന്താണ് 48 ഡിവൈഡ് ബൈ 4 എന്താണ് അത് കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വേറെ എലിമിനേഷൻ ഒന്നും നടക്കത്തില്ല. ജസ്റ്റ് 48 divided by 4 plus 12 into 3 minus 6 into 7 plus 21. അപ്പോൾ -6 into 7 42. അപ്പോൾ ഇവിടെ മൈനസ് പ്ലസ് 2 വരും, മൈനസ് എന്ത് വരും 21 വരും. ഇവിടെ വരുന്ന സമയത്ത് 12 പ്ലസ് 12 ഇൻറ്റു 3 ആണ്. അപ്പം 36 ആണ്. 36 12 ആകുമ്പോഴത്തേക്ക് 48 മൈനസ് 21 ആണ്. 14 മൈനസ് 21 എന്ത് തന്നെയാണ്? 27 തന്നെയാണ്. കറക്റ്റ് ആണ് അല്ലേ? അവിടെ ആൻസർ കറക്റ്റായിട്ട് വന്നല്ലോ. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. വേറെ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള നോക്കി വരുന്ന സമയങ്ങളുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വന്നാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷൻ ഇട്ട് നമ്മൾ ചിലപ്പോൾ അവസാനം ഒക്കെ ആണെങ്കിൽ അവസാനം വരെ നമ്മൾ ചെയ്താലേ നമുക്ക് എന്നെ ഉള്ളൂ ആൻസറിലേക്ക് പോകാൻ സാധിക്കാറുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റൻ, പക്ഷേ ഇത് എളുപ്പമുള്ള കോഡിങ്ങിൻ്റെ ക്വസ്റ്റൻ. നമ്പർ കോഡിങ് ആണെങ്കിൽ കൂടിയും വളരെ ഈസി ആയിട്ടുള്ള നമ്പർ കോഡിങ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയാണ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് കൺഫ്യൂസ്ഡ് ഈസ് കോഡഡ് ആസ് 7 ആൻഡ് ചെയിൻ ഈസ് കോഡഡ് ആസ് 4. ഹൗ വിൽ അഡൾട്ട്ഹുഡ് ബി കോഡഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ്, അപ്പം എന്തുകൊണ്ട് കൺഫ്യൂസ്ഡ് 7 കൊടുത്തു? നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്, ഡിയുടെ പൊസിഷൻ 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിൻ്റെയും ലാസ്റ്റിൻ്റെയും പൊസിഷൻസ് ആഡ് ചെയ്താകാം, അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെറ്ററിൻ്റെയും ലാസ്റ്റിൻ്റെയും പൊസിഷൻസ് ആഡ് ചെയ്താൽ 3ഉം 14ഉം 17 വരണം. അവിടെ 4 ആവുന്നിരിക്കുന്നത്. അപ്പോൾ അതല്ല അല്ലേ? അപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് 7 വരുന്നു 4 വരുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവാനും, ഇവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്കിയാൽ ഓക്കെ 1 2 3 4 5 6 7 8 നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8 നമ്പർ ഓഫ് ലെറ്റേഴ്സ് അവിടെ 7 കോഡ് കൊടുത്തു. അപ്പം നമ്പർ ഓഫ് ലെറ്റേഴ്സ് -1 ആകാമല്ലോ, അതാകാം ലോജിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയോ 1 2 3 4 5 5 - 1 4 ഓക്കെയാണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1 2 3 4 5 6 7 8 9 9 ലെറ്റർ ആകുമ്പോൾ 9 - 1 8. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 8 ആയിരിക്കും. കഴിഞ്ഞു. ഓക്കെ, ഞാൻ ആദ്യം ഒരു ലോജിക്ക് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്ററിൻ്റെയും പൊസിഷൻസ് കൂടുന്ന ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ലോജിക്ക് വരാം. പക്ഷെ അത് നമ്മൾ ഒന്നിലധികം എക്സാമ്പിൾ കൊടുക്കുന്നത് തന്നെ ആ ലോജിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക് എടുത്തേ നമ്മൾ എന്ത് ചെയ്യാവും? നമുക്ക് തന്നിരുന്ന വേർഡിനെ മാറ്റി എഴുതാവും. അല്ലെങ്കിൽ നമുക്കവിടെ എന്താണ് ഒരു ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടായിരുന്നു റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസിന്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ചില ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു മറ്റേ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ചില കേസുകൾ നമുക്ക് ചെയ്യാനും പറ്റും. ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 21 ലെറ്റേഴ്സ് ഉണ്ട്. മൊത്തം 21 പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ 21 പൊസിഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 പൊസിഷനകത്ത് 3 × 7 നമുക്ക് പറയാം, അല്ലെങ്കിൽ 21 × 1 ആയിരിക്കും പറയാം. വേറെ
കോമ്പിനേഷൻ ഒന്നുമില്ല. അപ്പം 3ന്റെ 7 പാർട്ടായിട്ടോ അല്ലെങ്കിൽ 7ന്റെ 3 പാർട്ടായിട്ടോ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഇട്ട് നോക്കണം. ഓക്കെ, വേറെ വഴിയൊന്നുമില്ല, ഓപ്ഷൻ ഇട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 3ന്റെ 7 പാർട്ടായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം അല്ലേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ക്യൂ ആണ്, ഇവിടെ ഫസ്റ്റ് ലെറ്റർ ആർ ആണ്, ഇവിടെ ഫസ്റ്റ് ലെറ്റർ ക്യൂ ആണ്, ഇവിടെ ഫസ്റ്റ് ലെറ്റർ അറിയില്ല, ഇവിടെ ഫസ്റ്റ് ലെറ്റർ അറിയില്ല, ഇവിടെ ഫസ്റ്റ് ലെറ്റർ പി ആണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് റിപ്പറ്റീഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും, 7ന്റെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കും നമ്മൾ അല്ലേ. 2 4 6 7 2 4 6 7 2 4 6 7. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഇവിടെ ക്യൂ ആണ്, ഇവിടെ ആളില്ല, അപ്പോൾ ക്യൂ വരാം അല്ലേ. ഇവിടെ ആളില്ല, ക്യൂ വരാം, ഓക്കെ ആണ്, പ്രശ്നമില്ല. സെക്കൻഡ് ലെറ്റർ പി ആണ്, ഇവിടെയും പി ആണ്, ഇവിടെയും പി ആണ്, അത് ഓക്കെ ആണ്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ തേർഡ് ലെറ്റർ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ആറാണ്, അപ്പോൾ 6 വരാം അല്ലേ. ഇവിടെ ഫോർത്ത് ലെറ്റർ ആറാണ്, ഇവിടെ ഫോർത്ത് ലെറ്റർ 6 തന്നെയാണ്, ഇവിടെ ആളില്ല, 6 വരാം. ഇവിടെ ഫിഫ്ത്ത് ലെറ്റർ ഇല്ല, അത് പി ആണ്, ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ പി വരാം, ഇവിടെ പി വന്നിട്ടുണ്ട്, അങ്ങനെ വരാം. ഇവിടെ സിക്സ്ത് ലെറ്റർ 6 ആണ്, ഇവിടെ ആളില്ല, 6 വരാം, ഇവിടെ ആളില്ല, 6 വരാം. ലാസ്റ്റ് ലെറ്റേഴ്സ് എല്ലായിടത്തും ക്യൂ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ റെപ്പറ്റീഷൻ കിട്ടുന്നുണ്ട്, ഒരിടത്തും മിസ്മാച്ച് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു റെപ്പറ്റീഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ക്യൂ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യൂ ആയിരിക്കണം, എന്താ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യൂ ആയിരിക്കും. അടുത്ത സെക്കൻഡ് ലെറ്റേഴ്സ് എല്ലാം പി ആണ്, അതെല്ലാം ഓൾറെഡി ഓക്കെ ആണ്. തേർഡ് ലെറ്റർ വരുമ്പോഴത്തേക്കും 6 ആണ് വന്നത്, അപ്പോൾ ഇവിടെ 6 കൊടുക്കണം, ഇവിടെ 6 കൊടുക്കണം. ഓക്കെ, അടുത്ത ഫോർത്ത് ലെറ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെ ആളില്ല, ഇവിടെ ഫോർത്ത് ലെറ്റർ 6 ആണ്, അപ്പോൾ ഇവിടെ ഞാൻ 6 കൊടുക്കുന്നു, ഇവിടെ 6 ആണ്. ഫിഫ്ത്ത് ലെറ്റർ വരുമ്പോൾ ഇവിടെ ആളില്ല, ഇവിടെ പി ആണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പി കൊടുക്കുന്നു. ഇവിടെ ഫിഫ്ത്ത് ലെറ്റർ പി തന്നെയാണ്, ഓക്കെ ആണ്. സിക്സ് ലെറ്റർ ഇവിടെ 6 ആണ്, ഇവിടെ ആളില്ല, അപ്പോൾ ഞാൻ 6 കൊടുക്കുന്നു, ഇവിടെ 6 കൊടുക്കുന്നു. ലാസ്റ്റ് ലെറ്റർ ക്യൂ ആണ്, എല്ലായിടത്തും ഓക്കെ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റെപ്പറ്റീഷൻ്റെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത്. ആർ പി ക്യൂ ആർ ആർ ക്യൂ ആർ ആർ, ആർ പി ക്യൂ എല്ലാത്തിലും ഓക്കെ ആണ്, ആർ പി ക്യൂ ആർ ആർ. ഓക്കെ, ആർ പി ക്യൂ ആർ ആർ വരുന്നത് ഇത് വരില്ല, ആർ പി ക്യൂ ആർ ആർ ക്യൂ ആർ ആർ. ഓക്കെ, ക്യൂ ആർ ആർ. ഓക്കെ, അതായത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ റെപ്പറ്റീഷൻ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഈ ഒരു പാറ്റേണിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഒരേ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴേ നമുക്ക് എന്താണല്ലോ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തതൊരു പെയർ ക്വസ്റ്റ്യൻ ആണ്, സെയിം അനലോഗി പാറ്റേൺ ആണ്. 16 is related to 1 1 12 and certain logic following the same logic. 26 is related to 182. To which of the following is 44 related എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. 16 related to 112, അതുപോലെ 26 related to 182. then how is 44 related എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും 6 വെച്ച് എൻ്റെ 2 വെച്ച് വന്നിട്ടുണ്ട് നമ്പർ. അപ്പം നമുക്ക് 6 into 7 എടുക്കുകയാണെങ്കിൽ 2 വരും എൻ്റെ അല്ലേ. അപ്പം 16 into 7 നോക്കിയേ, 70യും 42 112 വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. 26 into 7 നമുക്ക് നോക്കാം, 140 plus 42 182 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ ആണ്. ഫസ്റ്റ് നമ്പർ ഇൻറ്റു 7 ആണ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 44 into 7 എന്താണ് 280യും 28ഉം അല്ലേ. 280 ആകുമ്പോഴത്തേക്കും 280 20 ആകുമ്പോഴത്തേക്കും 300 ആയി, പ്ലസ് 8 308. നമ്മുടെ ആൻസർ 308 ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അവിടെ ആൻസർ ചെയ്യുന്നത്. ഡയറക്റ്റ് സിമ്പിൾ ലോജിക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ നമ്പർ കണ്ടുവച്ച് നമ്മളിങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തതൊരു കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ്റെ കൺസെപ്റ്റ് ആണ്. നമ്മൾ കണ്ടായിരുന്നു ഒരു 3-4 ഷിഫ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്തും കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ ആണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നോർമൽ ടൈപ്പ് ബ്ലഡ് റിലേഷൻ അങ്ങനെ അധികം ചോദിക്കുന്നില്ല, കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ എലിമിനേഷൻ മെത്തേഡിനേക്കാൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ വരച്ച് നോക്കുന്നതാണ് നല്ലത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് പി പ്ലസ് ക്യൂ, എ പ്ലസ് ബി മീൻസ് എ സൺ ഓഫ് ബി ആണ് അല്ലേ. അപ്പോൾ പി പ്ലസ് ക്യൂ, അപ്പോൾ പി ഈസ് സൺ ഓഫ് ക്യൂ. അടുത്ത ക്യൂ ഡിവൈഡ് ബൈ ആർ, എ ഡിവൈഡ് ബൈ മീൻസ് എ ഈസ് മദർ ഓഫ് ബി എന്നാണ്. അപ്പം ക്യൂ ഡിവൈഡ് ബൈ ആർ ആകുമ്പോൾ ക്യൂ ഈസ് മദർ ഓഫ് ആർ. അടുത്ത ആർ മൈനസ് ടി, എ മൈനസ് ബി ഈസ് എ ഈസ് വൈഫ് ഓഫ് ബി എന്നാണ്. അപ്പോൾ ആർ മൈനസ് ടി, അപ്പോൾ ആർ ഈസ് വൈഫ് ഓഫ് ടി. ലാസ്റ്റ് ടി ഇൻറ്റു എം, എ ഇൻറ്റു ബി മീൻസ് എ ഈസ് ബ്രദർ ഓഫ് ബി എന്നാണ്. ടി ഇൻറ്റു എം ആകുമ്പോൾ ടി ഈസ് ബ്രദർ ഓഫ് എം. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഫാമിലി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് രണ്ടുപേരും നമ്മുടെ റിലേഷൻ അല്ല ചോദിക്കുന്നത്, ഓപ്ഷൻ ഉള്ളത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എം ഈസ് ദ സിസ്റ്റർ ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. എം ഈസ് ദ സിസ്റ്റർ ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, എം എന്ന് പറയുന്നത് ജെൻഡർ നമുക്ക് കിട്ടിയില്ല അല്ലെ. ഡേറ്റയിൽ നമ്മൾ വരച്ചു പോകുന്ന സമയത്ത് എമ്മിന് ജെൻഡർ കിട്ടിയില്ല. അപ്പൊ ടിയുടെ സഹോദരിയും ആകാം സഹോദരനും ആകാം എം. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ടി ബ്രദർ ആയതുകൊണ്ട് എം സിസ്റ്റർ ആണെന്നുണ്ടോ? ഇല്ല. എം ബ്രദറും ആകാം സിസ്റ്ററും ആകാം. കൃത്യമായിട്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ പറയാൻ പറ്റില്ല. രണ്ടത് പി ഈസ് ബ്രദർ ഓഫ് ആർ. പി ഈസ് ബ്രദർ ഓഫ് ആർ, അത് കറക്റ്റ് ആണ്. കാരണം പി എന്ന് പറയുന്നത് ക്യൂവിന്റെ മകനായിട്ടും ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ അമ്മയാവുന്ന സമയത്ത് പിയും ആറും എന്തായിരിക്കും, സഹോദരങ്ങളായിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ആറിന്റെ ബ്രദറായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ അതിനായിരിക്കും ആൻസർ. പിന്നെ ബാക്കി നോക്കണമെന്നില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് നോക്കാം. ക്യൂ ഈസ് മദർ ഓഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ എമ്മിന്റെ മദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും വരില്ല. അടുത്ത ടീസ് മദർ ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീസ് മദർ ഓഫ് പി അല്ല, ടീസ് എന്താണ് ബ്രദർ ഇൻ ലോ ഓഫ് പി ആണ് അല്ലേ. അപ്പൊ അത് ബാക്കിയുള്ളൊന്നും വരില്ല. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കണമെന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ സിലോജിസം ആണ്. സിലോജിസം നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അവിടെ പറയുന്നത് ഓൾ ബോട്ടിൽസ് ആർ ജഗ്സ്. ഓക്കെ, ഓൾ ബോട്ടിൽസ് ആർ ജഗ്സ്. ഓക്കെ, ഓൾ ബോട്ടിൽസ് ആർ ജഗ്സ്. സം ബോട്ടിൽസ് ആർ ഫ്ലാസ്ക്. സം ബോട്ടിൽസ് ആർ ഫ്ലാസ്ക്. ഓൾ ഫ്ലാസ്ക് ഓർ ഫ്ലാസ്ക് ആർ ബിൻസ്. ഓക്കെ, ഓൾ ഫ്ലാസ്ക് ആർ ബിൻസ്. ഇത് ബോട്ടിൽ. ഓക്കെ, വേണ്ടായാലും വരച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ സം ബോട്ടിൽസ് ആർ ബിൻസ്. ഓക്കെ, ബോട്ടിൽസും ബിൻസും നമ്മുടെ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ സം റിലേഷൻ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സം ബോട്ടിൽസ് ആർ ബിൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത സം ജഗ്സ് ആർ ബിൻസ്. ഓക്കെ, സം ജഗ്സ് ആർ ബിൻസ്. ജഗ്സും ബിൻസും എന്ത് തന്നെയാണ്, സം റിലേഷൻ തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സം ജഗ്സ് ആർ ബിൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണ്. സം ഫ്ലാസ്ക് ആർ ജഗ്സ്. ഫ്ലാസ്കും ജഗ്സും നോക്കിയാലും എന്ത് തന്നെയാണ്, സം റിലേഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ സം ഫ്ലാസ്ക് ആർ ജഗ്സും എന്ത് ചെയ്യും, ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മൂന്നോടെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൻസർ ഓൾ കൺക്ലൂഷൻ 1, 2, 3 ഫോളോസ് എന്നാണ് വരുന്നത്. ഓക്കെ, എല്ലാ കൺക്ലൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾ കൺക്ലൂഷൻസ് ഫോളോസ്. ഓക്കെ, സിലോജിസം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം എന്ത് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കോഡിങ് അല്ലെങ്കിൽ വേർഡ് അൺലോഗിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ റിലേഷൻ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് SCW എന്ന് പറഞ്ഞ് കോഡ് ചെയ്തിരിക്കുന്നു. ഹൈ IKJ എന്ന് പറഞ്ഞ കോഡ് ചെയ്യുന്നു. ഓപ്പണിൻ്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ എന്ത് ചെയ്യുക, ലോജിക്കൽ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഓരോ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ 6 S ഞാൻ നോക്കുമ്പോൾ 6 തൊട്ട് അടുത്ത ലെറ്റർ S അല്ലേ. അപ്പോൾ 6ന്റെ കൂടെ 1 കൂട്ടിയാണ് S വന്നിരിക്കുന്നത്. അടുത്ത എയും സിയും നോക്കുമ്പോഴത്തേക്കും എയുടെ കൂടെ 2 കൂട്ടിയാണ് ആര് വന്നിരിക്കുന്നത്, C വന്നിരിക്കുന്നത്. ഓക്കെ, ടിയും ഡബ്ല്യൂ നോക്കുന്ന സമയത്ത് ടിയുടെ കൂടെ 3 കൂട്ടിയാണ് ഡബ്ല്യൂ വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ടിയുടെ 3 കൂട്ടിയാണ് ഡബ്ല്യൂ വന്നിരിക്കുന്നത്. ഇയും ഐയും ഞാൻ നോക്കുവാണെങ്കിൽ 4 കൂട്ടിയാണ്. ഓക്കെ, നോർമലി കാണുന്ന പാറ്റേൺ തന്നെയാണ്. +1, +2, +3, +4. നമുക്ക് ജസ്റ്റ് കൺഫേം ചെയ്തേക്കാം. എച്ചും ഐയും ഞാൻ നോക്കുവാണെങ്കിൽ എന്താണ്, +1 ആണ്. ഐയും കെയും ഞാൻ നോക്കിയാൽ +2 ആണ്. ജിയും ജെയും നോക്കുകയാണെങ്കിൽ +3 ആണ്. എച്ചും എല്ലും നോക്കിയാൽ +4 ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം ഒയുടെ വരുന്ന സമയത്ത് +1 ആയിരിക്കും, എന്ത് വരും, പി വരും അല്ലേ. എല്ലാത്തിലും പി ആണ് ഓപ്ഷൻ കിടക്കുന്നത്. അടുത്ത പി ആണ്, പി +2 വരും, ആര് വരും, 6 വരും. പി 6 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ഇതാ ബാക്കി 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. മൂന്നാമത്തത് ഇ ആണ്. ഇയുടെ 3 കൂട്ടുക എന്ത് കിട്ടും, എച്ച് കിട്ടും. എച്ച് വരുന്ന ഓപ്ഷൻ ഇതാ 4 ആണ്. ലാസ്റ്റ് നോക്കണമെന്നില്ല, നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ലോജിക് ആണ്, പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, അതൊരു നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാറ്റേൺ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്ത് ലോജിക്കലാണ് നമ്പേഴ്സ് മാറി വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, എന്തോ ഒരു എരറ്റിക്കൽ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കണം, എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ. ഇപ്പോൾ 17ന്റെ 38 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും 17 × 4 അല്ല 38. പക്ഷെ അവിടെ ഒരു വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 17 × 2 + 4 ആണെന്ന് പറയുന്നത് 38 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. 7 × 2 + 4 ചെയ്യുമ്പോൾ 38 വരുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളതിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം, നമുക്ക് നോക്കാം. അപ്പോൾ 38 × 2 എന്ന് നോക്കുകയാണ്. 38 × 2 ഞാൻ നോക്കുന്ന സമയത്ത് എന്താ പറയുക, 38 ആകുമ്പോഴത്തേക്ക് എന്താ പറയുക, 76 ആ വരിക അല്ലേ. 76ന്റെ കൂടെ
4 കൂട്ടി 80 വരത്തുള്ളൂ. 76 എന്ത് കൂട്ടുമ്പോഴാണ് 84 വരിക? 8 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 84 വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പക്ഷേ ഇൻറ്റു 2 ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇടയിലൊരു മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ 376 772 ബ്ലോക്കാണ്. രണ്ട് മിസ്സിംഗ് ഉണ്ട്. നമുക്ക് നോക്കാം. 376 ഇൻറ്റു 2 പ്ലസ് സം വാല്യൂ ആയിരിക്കും 772. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ആ പാറ്റേൺ ഒന്ന് കൺഫേം ആക്കാൻ പറ്റും. കാരണം ഈ 4-8 പോകുമ്പോൾ ഓൾട്ടർനേറ്റീവ് വേണമെങ്കിൽ 4-8 വേണമെങ്കിൽ വരാം. അല്ലെങ്കിൽ ഇതിന് 4-8 നെക്സ്റ്റ് വരുന്നെങ്കിൽ ഒരു പാറ്റേണിൽ പോകുന്ന നമ്പർ ആകാൻ വേണമെങ്കിൽ അല്ലേ? അപ്പോൾ 376 ഇൻറ്റു 2 ആണ്. അപ്പം നമുക്ക് എന്താ വരിക? 2 1 5 1 752 വരുന്നത്. 715 20 കൂട്ടുമ്പോഴാണ് 772 വരുന്നത് അല്ലേ? അപ്പോൾ പ്ലസ് 20 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കൊരു എന്താണ് ഡബിളിങ് വരുന്നുണ്ട്, പ്ലസ് സം വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക 4 8 പിന്നെ 2 ആക്ഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് 20 ആവുന്നു. അപ്പം 4 8 2 ആക്ഷൻ കഴിഞ്ഞ് 20 ആണെങ്കിൽ 4 8 12 16 ആയിരിക്കും അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 4 8 12 16, അതായത് 84 ഇൻറ്റു 2 പ്ലസ് 12 ആയിരിക്കും ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 84 ഇൻറ്റു 2 നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയുക? 160 168 പ്ലസ് 12 168 178 180 180 ആയിരിക്കും വരിക. 180 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 180 ആയിരിക്കും വരിക. ഒന്ന് കൺഫേം ആക്കണം. 180യുടെ കൂടെ 180 ഇൻറ്റു 2 പ്ലസ് 16 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 376 വരണം. അപ്പോൾ 180 ഇൻറ്റു 2 ആകുമ്പോൾ നമുക്ക് എന്തായി? 360 ആയി അല്ലേ? 360 പ്ലസ് 60 എന്താണ്? 376 തന്നെയാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കൺഫേം കൂടെ ആക്കണം കേട്ടോ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 180 ആയിരിക്കും. ഡിഫറെൻ്റ് ആയുള്ള ലോജിക്ക് തന്നെയാണത്. അപ്പോൾ ഒന്ന് ഇതൊരു കോമ്പിനേഷൻ ലോജിക്കാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷനും അഡീഷനോട് ചേർന്ന് വരുന്നൊരു ലോജിക്കാണ്. ഓക്കെ, ട്രയാങ്കിൾ കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു എല്ലാ ഷിഫ്റ്റിലും നമുക്ക് ഒരുവിധം എന്താണ് കൗണ്ടിങ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് നമ്മുടെ കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം ബേസ് കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത ഫിഗേഴ്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൗണ്ട് ചെയ്ത് തന്നെ എടുക്കണം. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ബേസിക് കൺസെപ്റ്റിനകത്ത് പെടുന്ന സാധനമാണിത് അല്ലേ? അവിടെ 3 എണ്ണമാണ് നമുക്കറിയാം. അതുപോലെ ഇതും അതുപോലെ വരുന്ന സാധനമാണ്. അവിടെ 3 എണ്ണം വരും. ഓക്കെ, പിന്നെ വരുന്ന സാധനം നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കിതാ ഇത് കൂട്ടാം, ഇത് കൂട്ടാം. അപ്പോൾ എത്രയായി? 3 3 6 ആയി. 6 പ്ലസ് 2 ആയി, പ്ലസ് 1 2 അത് രണ്ടും കൂട്ടാം, പ്ലസ് ഇത് 1. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ 6 4 10 1 11, ആൻസർ 11 ആണ്. കഴിഞ്ഞു. ഓക്കെ, കൗണ്ട് ചെയ്തെടുക്കാന്നുള്ളതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ. ഇവിടെ പലർക്കും പ്രശ്നം വരുന്നത് ഇത് 2 ആയിട്ടേ കൂട്ടത്തുള്ളൂ, ഇത് 2 എണ്ണേ കൂട്ടത്തുള്ളൂ, മൂന്നാമത്തെ ആളെ കൂട്ടില്ല. ഇത് 1 2 പിന്നെ ഈ വലുതൊരെണ്ണം കൂട്ടാൻ വിട്ടുപോകും പലപ്പോഴും. അത് ബേസിക് കൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, ആ ഒരു കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ 2 എണ്ണം കുറഞ്ഞ ചിലപ്പോൾ നമ്മുടെ ആൻസർ 9 എന്നൊക്കെ പോയി നിൽക്കും പലപ്പോഴും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നമ്മുടെ ലോജിക്കലും നമ്മുടെ ബേസിക് കൺസെപ്റ്റ് വെച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഫിഗേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഒരു നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റൻ ആണ്. അത് കുറച്ച് നല്ലൊരു ലോജിക്ക് വരുന്നൊരു ക്വസ്റ്റൻ, അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റൻ എടുത്തത് തന്നെ. നല്ലൊരു ലോജിക്ക് വരുന്ന ക്വസ്റ്റൻ ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മളെപ്പോഴും സാധനം എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻസും നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ലെറ്റേഴ്സിനും നമ്പർ വരുന്നതിലാണ് ക്വസ്റ്റ്യൻ വരിക അല്ലേ? ഞാൻ ഡിമാൻഡ് എടുക്കുന്ന സമയത്ത് ഡിമാൻഡിന്റെ പൊസിഷൻ ഞാൻ നോക്കുകയാണ്. ഡിയുടെ പൊസിഷൻ 4 ആണ്, ഇയുടെ പൊസിഷൻ 5 ആണ്, എമ്മിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 13 ആണ്, എയുടെ പൊസിഷൻ 1 ആണ്, എന്നിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 14 ആണ്, ഡിയുടെ പൊസിഷൻ 4 ആണ്. അപ്പോൾ ഈ നമ്പേഴ്സും ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ നമ്പേഴ്സ് 4 1 0 1 3 2 1 4 4 ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ നമുക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ നമ്പേഴ്സ് മാത്രമല്ല, വേറെന്തോ വ്യത്യാസം അവിടെ കിടപ്പുണ്ട് അല്ലേ? നോർമലി പൊസിഷൻസ് മാത്രം കൊടുത്ത് നമുക്ക് ലോജിക്ക് വരാറുണ്ട്. നിങ്ങൾ നോക്കുന്ന ഈ 4 അവിടെ കിടപ്പുണ്ട്, 14 അവിടെ കിടപ്പുണ്ട്. ഇവിടെ 1 ആണ്, 1 ഇല്ല, 13 ഉണ്ട്, 13 അവിടെ കിടപ്പുണ്ട്. ഈ 4 ഉണ്ട്, ആ 4 അവിടെ കിടപ്പുണ്ട്. ഇടയ്ക്കുള്ള 2 നമ്പേഴ്സ് മാത്രം പ്രശ്നം, അതായത് 5ഉം 1ഉം. ആ 5ഉം 1ഉം അവിടെ കാണുന്നില്ല. പക്ഷെ 5ന് പകരം 10ഉം 1ന് പകരം 2ഉം കൊടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അത് ഇരട്ടിക്കുമാണ് ചെയ്തത് മനസ്സിലായി അല്ലെ? 5ന്റെ ഡബിൾ ആണ് 10, 1ന് ഡബിൾ ആണ് 2. അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം കിട്ടി. ഇപ്പൊ ജസ്റ്റ് ബാക്കി നോക്കാം. നമുക്ക് ഒരു എണ്ണം കൂടെ ഉണ്ട് അല്ലെ? സപ്ലൈ കിടപ്പുണ്ട്. സപ്ലൈയുടെ എടുക്കുവാണെങ്കിൽ എസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 19 ആണ്. യു എടുക്കുന്ന സമയത്ത് യുവിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. പി എടുക്കുമ്പോൾ 16 ആണ്. എൽ എടുക്കുന്ന സമയത്ത് അത്
12 ആണ്, y എടുക്കുമ്പോൾ 25 ആണ്. ഓക്കെ, ഇതും നമ്മുടെ ആ നമ്പേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് 25 ഉണ്ട്. ഓക്കെ, 25 ഉണ്ട്, 12 ഉണ്ട്, 16 രണ്ടെണ്ണം ഉണ്ട്, 19 ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. ഒരു നമ്പർ മാത്രം, അതായത് 21 എന്ന നമ്പർ മാത്രം എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്ത് 42 ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ അവിടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡബിൾ ചെയ്യുക, ഇവിടെ വെറുതെ രണ്ട് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊരു ലോജിക് ഉണ്ടായിരിക്കും, അതിന് പുറകിലൊരു ലോജിക് ഉണ്ടായിരിക്കും. അവിടെ ലോജിക് എന്താണ്? വവൽസ് എന്നൊരു ലോജിക്കാണ് അല്ലേ. നിങ്ങൾ നോക്കുക, കൺസണൻസിന്റെ എല്ലാം പൊസിഷൻസ് അതുപോലെ എഴുതിയിട്ടുണ്ട് ഇവിടെ അല്ലേ. വവൽസിന്റെ പൊസിഷൻ മാത്രം എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ കൺസണൻസ് എല്ലാം അതുപോലെ എഴുതിയിട്ടുണ്ട്. വവൽ രണ്ടും ഇയും എയും അത് മാത്രം എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് പ്രോഡക്റ്റിന് എടുക്കുന്ന സമയത്ത് പിയുടെ പൊസിഷൻ എത്രയാണ്? 16 വരും. ആറിന്റെ പൊസിഷൻ 18 വരും. ഓയുടെ പൊസിഷൻ എത്രയാണ്? 15 ആണ്. അവിടെ എന്ത് വരും? 30 വരും. ഉണ്ടോ? ഓക്കെ, അപ്പോൾ 16, 18, 30 16, 18, 30 വരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാക്കിയുള്ളത് കറക്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഡിയുടെ എന്ന് പറയുന്നത് 4 ആയിരിക്കും അല്ലേ. യു എന്ന് പറയുന്നത് 21 അല്ലേ. അപ്പോൾ എന്ത് വരും? 42 വരും. C3 തന്നെ ആയിരിക്കും. ടിയുടെ എന്ത് തന്നെ ആയിരിക്കും? 20 തന്നെ ആയിരിക്കും. ഉണ്ടോ? ആൻസർ അത് വരും. അപ്പോൾ ഡിഫറെൻ്റ് ആയ ഒരു ലോജിക്കാണ്. നമ്മൾ എപ്പോൾ സ്ഥിരം കാണുന്ന ലോജിക്ക് അല്ല. പൊസിഷൻസ് നമ്പർ തന്നെ കൊടുത്തിരുന്നു, പക്ഷേ വവൽസ് അവർ എന്ത് ചെയ്തു, ഒരു ചെറിയ ചേഞ്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച പല ലോജിക്കുകളും പല ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ കണ്ടത്. അതായത് സെപ്റ്റംബർ 11 ചോദിച്ച ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ച ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന നമ്മുടെ ബ്ലഡ് റിലേഷൻ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. സിലോബസ് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. കാരണം സിലോബസും ബ്ലഡ് റിലേഷൻ ഞാൻ വീണ്ടും വരച്ച് കഴിയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. പിന്നെ ഉള്ളതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കാണ്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ എല്ലാ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസും എടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലോജിക്ക് വന്നിട്ടുണ്ട് എന്നറിയേണ്ട ക്വസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ എടുക്കുന്ന അനലോഗി ടൈപ്പും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റൻസ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി വരുന്നതും ഇതുപോലത്തെ CGL 2024 ചോദിച്ചാൽ എല്ലാ ഷിഫ്റ്റും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം എല്ലാ ഷിഫ്റ്റിൻ്റെയും ക്വസ്റ്റൻസ് കണ്ടിരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റൻസ് വരെ കാണാം. താങ്ക് യു.